നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിന് ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റേത് ജനവഞ്ചനയാണെന്ന് എം മണി MLA. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമായി മാറി. ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ ദുരിതബാധിതർക്ക് വേണ്ടി സംസാരിക്കാനോ കോൺഗ്രസും BJPയും തയ്യാറായിട്ടില്ലെന്നും വിമർശനം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ക്രമക്കേട് നടത്തി പണം തട്ടിയെടുത്തവരോട് തുക തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകിയതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. നിവേദനം നൽകിയത് കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായ സാഹചര്യത്തിൽ. അതേസമയം യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഉപ്പുതറ പൊരുകണ്ണി ഭാഗത്ത് 4ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ പടുതാക്കുളം. 40 അടിയോളം താഴ്ച വരുന്ന പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട പ്രദേശവാസികൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. വിശദമായ വാർത്തകൾ. വയനാട് പുനരധിവാസത്തിന് ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റേത് ജനവഞ്ചനയാണെന്ന് എം മണി MLA. CPM കട്ടപ്പന ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CSI ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ഗാന്ധി സ്ക്വയറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം SS പാൽരാജ് പാർട്ടി പതാക ഉയർത്തി. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കട്ടപ്പന CSI ഗാർഡനിലാണ് സമ്മേളനം നടന്നത്. ഉടുമ്പൻചോല MLA M മണി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മോദി വയനാട്ടിലെത്തി ഫോട്ടോഷൂട്ട് നടത്തി മടങ്ങുക മാത്രമാണ് ചെയ്തത്. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമായി മാറി. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ ദുരിതബാധിതർക്ക് വേണ്ടി സംസാരിക്കാനോ കോൺഗ്രസും BJPയും തയ്യാറായിട്ടില്ല. കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും M മണി MLA പറഞ്ഞു. ഇപ്പോ നരേന്ദ്രമോദി വന്നു അവിടെ വയനാട് ദുരന്തം ചില്ലി പൈസ ഇന്നേ വരെ തന്നില്ല. ഇപ്പൊ അയാളൊക്കെ വന്നതിന്റെ വിമാനത്തിന്റെ പൈസ നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കണമെന്ന് കേരള ഗവൺമെന്റ് കൊടുക്കണമെന്ന്. ചില്ലി പൈസ ഇന്നേ വരെ തന്നില്ല. മലയാള മനോരമയും മാതൃഭൂമിയും മംഗളവും മാമാങ്കവും എല്ലാം എഴുതി പ്രധാനമന്ത്രി വന്നു, കുഞ്ഞുങ്ങളെ താലോലിച്ചു. തമാശല്ല, കുട്ടികളെ താലോലിച്ചു, കൂട്ടി പാലം കിടത്തി. ഒരു ചില്ലി നയാ പൈസ പരിയുള്ളവര് ഇന്നേ വരെ തന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ വിമാന സർവീസ് ഏതാണ്ടെല്ലാം കൂടി അങ്ങോട്ട് വലിയ സംഖ്യ അടക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുക. ഇവിടുത്തെ കുത്തക പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും മംഗളവും മാമാങ്കവും ഈ രാജ്യത്തെ നക്ഷത്ര താല്പര്യക്കാർ ഈ ഗവൺമെന്റിനെതിരെ പൊരുതുന്ന കോൺഗ്രസ് ഐക്യ ജനാധിപത്യപരുടെ ഇന്നേ വരെ ഈ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ പ്രതികരിക്കാൻ വേണ്ട നിലയിൽ നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എങ്ങനെ നമ്മുടെ പ്രതിസന്ധിയിലാക്കുക? LDF ഗവൺമെന്റ് ഭരണത്തുടർച്ച കിട്ടിയത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുക, അതിന് BJPയുമായി വേണേലും സന്ധി ചെയ്യുന്ന നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PS രാജൻ, KS മോഹനൻ, R തിലകൻ, ഏരിയ സെക്രട്ടറി VR സജി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ടൗൺഹാൾ പരിസരത്തു നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും. തുടർന്ന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻ പാട്ടും അരങ്ങേറും. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ക്രമക്കേട് നടത്തി പണം തട്ടിയെടുത്തവരോട് തുക തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു.
കഞ്ഞിക്കുഴിയിലെ വ്യാപാര സംഘടന 2016 വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച കിണർ ചൂണ്ടിക്കാട്ടി മറ്റൊരാൾ തൊഴിലുറപ്പ് പദ്ധതി മുഖേന പണം തട്ടിയ സംഭവത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ നിർമ്മിച്ച കിണറിന്റെ പേരിൽ 73,000 രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ വകയിരുത്തി തൊഴിലുറപ്പ് ഓവർസിയറുടെ ബന്ധു പണം തട്ടിയെടുത്തതായും അന്വേഷണത്തിൽ സംഭവം വ്യക്തമായതോടെ ഈ തുക പലിശസഹിതം തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകിയതായും സെക്രട്ടറി വ്യക്തമാക്കി. കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചതാണ്. ആയതുകൊണ്ട് തന്നെ അവരോട് പണം പലിശ സഹിതം തിരിച്ചടയ്ക്കാനായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് പലിശ സഹിതം തിരിച്ച് അടച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും മേൽ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അത് തന്നെയല്ല ബന്ധപ്പെട്ട ഓവർസിയർക്കും എയ്ക്കും മെമ്മോ കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഈ വിഷയം അറ്റൻഡായിട്ട് തൊട്ടടുത്ത ജനറൽ കമ്മിറ്റിയിലേക്ക് വെച്ചിട്ടുണ്ട്. ക്രമക്കേടിന് ഒത്താശ ചെയ്തു കൊടുത്ത പഞ്ചായത്തിലെ എയ്ക്കും ഓവർസിയർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും അതോടൊപ്പം ഇരുവർക്കുമെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുന്നതിന് പഞ്ചായത്തിൽ ജനറൽ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. സംഭവം കണ്ടെത്തിയതോടെ കിണറിന്റെ യഥാർത്ഥ അവകാശികളായ കഞ്ഞിക്കുഴി മർച്ചന്റ് അസോസിയേഷനും തൊഴിലുറപ്പ് മേഖലയിൽ പഞ്ചായത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയുമായി LDF നേതാക്കളും രംഗത്ത് വന്നിരുന്നു. അതേസമയം വിശദമായ അന്വേഷണം നടത്തിയാൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി ക്രമക്കേടുകൾ പുറത്തുവരാനുണ്ടെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായ സാഹചര്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റിരുന്നു. അതേസമയം യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബസ്സുകളുടെ സാങ്കേതിക തകരാറുകൾ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധയോ മറ്റു പിഴവുകളോ മൂലമോ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗം ഉൾപ്പെടെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് വേണ്ടി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന 4 സ്ഥലങ്ങളിലും ബസ്സുകളുടെ മുൻവശത്തുള്ള ടയറുകൾ തടഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ നിർമ്മിക്കുവാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിൽ ബസ് സ്റ്റാൻഡിൽ കൂടി അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയതെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികൾ പറഞ്ഞു. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകൾ വരുമ്പോൾ അത് മുന്നോട്ട് കയറി പോകാത്ത തരത്തിൽ ബസ്സിൻ്റെ മുൻ ചക്രങ്ങൾ തടഞ്ഞു നിൽക്കുന്ന തരത്തിലൊരു ഡിവൈഡർ നിർമ്മിച്ച് അത് KSRTC ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന 4 ഭാഗങ്ങളിലും അങ്ങനെയുള്ള ഡിവൈഡർ നിർബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പൊതുനിരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വകാര്യ വാഹനങ്ങളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തരംഗം വിലക്കം പാർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. പലപ്പോഴും ഭാഗ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും അതുപോലെ ബസ് ജീവനക്കാർക്കും സുരക്ഷിതമായും നിർഭയമായും തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തന്നുകൊണ്ട് അനിയന്ത്രിതമായും സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും പാർക്ക് ചെയ്യുന്നതും തടയുന്നതിനാവശ്യമായ നടപടികൾ മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ഞങ്ങൾ ഇന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം നിവേദനം നൽകിയിരിക്കുകയാണ്. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ, ഭാരവാഹികളായ ബിജു PV, ബിജു ചാക്കോ, രഞ്ജിത്ത് PT, അശോകൻ PN, ബിനീഷ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. അതേസമയം കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബൈസൺവാലി സ്വദേശി സിറിൽ വർഗീസിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. 1 മാസത്തേക്കാണ് ഇടുക്കി RTO ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എടപ്പാൾ IDTR-ൽ 1 മാസത്തെ ഡ്രൈവിംഗ് പരിശീലനത്തിനും ഡ്രൈവറെ അയച്ചു. ഉപ്പുതറ പൊരുകണ്ണി ഭാഗത്ത് 4ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ പടുതാക്കുളം. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്താണ് 40 അടിയോളം താഴ്ച വരുന്ന പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. കൽത്തൊട്ടി സ്വദേശിയായ സ്വകാര്യ വ്യക്തി പാട്ടത്തിനെടുത്ത ഏലത്തോട്ടത്തിലാണ് പടുകൂറ്റൻ പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നത്. 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഏലം നനയ്ക്കുന്നതിനു വേണ്ടിയാണ് സ്വകാര്യ വ്യക്തി 40 അടിയോളം താഴ്ചയിൽ പടുതാക്കുളം നിർമ്മിച്ചത്. എന്നാൽ കുളം നിർമ്മിക്കുന്നതിനു വേണ്ടി എടുത്ത മണ്ണിട്ട് പടുത നിരത്തിയാണ് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്നാണ് പരാതി. സ്വകാര്യ വ്യക്തി കുളം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് കുളം നിർമ്മിച്ചത്. ശക്തമായ മഴ പെയ്താൽ കുളം ഇടിഞ്ഞ് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്ന സ്ഥിതിയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏകദേശം 35 അടി വീതി, 35 അടി നീളം, 35 അടി താഴ്ചയാണ്
ഈ നിലവിലുള്ള ഈ കുളത്തിൻ്റെ അളവ് ഏകദേശം 50 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് ഇന്നലെ വരെ നിറച്ചിട്ടിരുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായി കാണും. ഇതിൻ്റെ താഴെ ഞങ്ങൾ 4 വീട്ടുകാരാണ് താമസിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 വീട്ടുകാരാണ് താമസിക്കുന്നത്. ഇത് ഇവിടെ ഈ സ്ഥലം ഇവർ പാട്ടമെടുത്ത് ചെയ്യുന്നതാണ്. ഈ പാട്ടമെടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു കുളം കുത്തരുത് എന്ന് പറഞ്ഞാണ്. അത് വകവെക്കാതെയാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, RDO, തഹസിൽദാർ, പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്, വില്ലേജിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്ത മണ്ണ് തന്നെയാണ് ഈ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഉറപ്പുമില്ല നമ്മൾ പറയുന്നത്. ഈ കുളം കുത്തിയിരിക്കുന്ന ഇതേ മണ്ണാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇത് വെള്ളം ലീക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും അവിടെ ലീക്ക് ആവുന്നുണ്ട്. അതുപോലെ ഈ പടുതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അടിയന്തരമായിട്ട് ഈ കുളം മൂടി ഞങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നാണ് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൂടാതെ കുളത്തിന്റെ പല ഭാഗത്തും വിള്ളലുകളും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട കളക്ടർ, RDO, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പ്രദേശവാസികൾ പരാതി നൽകി. പെരിയാറ്റിൽ നിന്നും വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് കുളത്തിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതായും ഇവർ ആരോപിച്ചു. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കട്ടപ്പന KSEB ഓഫീസിന് മുമ്പിൽ വൈദ്യുതി ബിൽ കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്യായമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തിനെതിരെയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൗണിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം KSEB ഓഫീസിന് മുന്നിൽ വൈദ്യുതി ബില്ല് കത്തിച്ചായിരുന്നു പ്രതിഷേധം. KPCC സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. 8 കൊല്ലക്കാലം കൊണ്ട് 16 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലയിലും, ഇന്ന മേഖല എന്ന് മാത്രമല്ല സമസ്ത മേഖലയിലും യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത നിലയിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിലവർദ്ധനവ് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു ഉദ്യോഗസ്ഥനും ചീഫ് സെക്രട്ടറിക്ക് പോലും ശമ്പളം നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. കേരളത്തിലെ ഏതൊരു ഉദ്യോഗസ്ഥന്റെ ഈ ശമ്പളത്തിന് തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. തോട്ടം തൊഴിലാളി മേഖലയിൽ കൂലി ചർച്ച നടന്ന് തീരുമാനമുണ്ടായാൽ പോലും കൂലി അംഗീകരിച്ചു കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. പക്ഷേ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, കേരളത്തിൽ സ്വന്തമായി കൂലി നിരക്കുകൾ തീരുമാനിക്കാൻ, ശമ്പള നിരക്കുകൾ തീരുമാനിക്കാനുള്ള അവകാശ അധികാരങ്ങൾ ഉള്ളവരായി മാറിയിട്ടുള്ള കേരളത്തിലെ ഏക ബോർഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡാണ്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ജോയി പുരുന്നോലി, ജോസ് മുത്തനാട്ട, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, റൂബി വേഴമ്പത്തോട്ടം, KS സജീവ്, ജോണി വടക്കേക്കര, ബിനോയ് വെണ്ണിക്കുളം, ജോസ് ആനക്കല്ലിൽ, രാജൻ കാരാച്ചുറ, രാജു വെട്ടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു. ചെറുതോണിയിൽ നടന്ന പ്രതിഷേധ പരിപാടി KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലും വിലവർധന മൂലം പൊറുതിമുട്ടിയ പൊതുജനം വൈദ്യുതി നിരക്ക് വർധനവിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതിന് തുല്യമായിരിക്കുന്നു എന്നതാണ് സത്യം. ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഏതൊക്കെ മേഖലയിൽ വിലവർധനവും ചാർജ് വർധനവും ഉണ്ടാക്കാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കി ജനജീവിതം അതീവ ദുസ്സഹമായി നിൽക്കുമ്പോഴാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡും ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയും ചേർന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതിക്ക് ഭീമമായ തോതിലുള്ള ചാർജ് വർധന നടപ്പാക്കിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം 4ാമത്തെ വൈദ്യുതി ചാർജ് വർധനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അനീഷ് ജോർജ്, DITF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, ടിൻഡു സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി തോമസ് രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരുടെ ദുരിതം മനസ്സിലാക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ക്രിസ്തുമസ് കാലം ജനങ്ങൾക്ക് വറുതിയുടെ കാലമായി മാറ്റുവാനാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തോമസ് രാജൻ പറഞ്ഞു. നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും കൂടിയ വിലയുടെ ആഘാതം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഒരു ഭാരമായി എത്തിപ്പെടാതെ അവർക്കും അവരുടെ ഉപജീവനമാർഗം നടത്തിക്കൊണ്ടു പോകുന്നതിന് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു നേരമെങ്കിലും വീട്ടിൽ അടുപ്പ് പുകച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ സംരംഭങ്ങളാണ് സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഉൾപ്പെടെയുള്ളവ. പക്ഷേ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 8.5 കൊല്ലം മുമ്പ് അധികാരമേറ്റെടുത്ത കാലം മുതൽ ഇങ്ങോട്ട് ഓരോ സമയത്തും എനിക്ക് തോന്നുന്നത് 8.5 കൊല്ലത്തിനിടയിൽ 8 തവണയോ 9 തവണയോ മാവേലി സ്റ്റോറുകളുടെയും സിവിൽ സപ്ലൈകോയുടെയും ഒക്കെ സാധനങ്ങളുടെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ കാണാൻ കഴിയാത്ത, അവരുടെ ദുരിതങ്ങൾ കാണാൻ കഴിയാത്ത, അവരുടെ ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയാത്ത, പട്ടിണി പാവങ്ങളോട് കരുണയില്ലാത്ത സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രം കുടപിടിക്കുന്ന, സാമ്പത്തികത്തിന്റെ പുറകെ മാത്രം നിൽക്കുന്ന, പണമുണ്ടാക്കാൻ വേണ്ടി ഏത് അവിഹിത മാർഗങ്ങളിലൂടെയും ഏത് നിലപാടും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നും ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തലവനായി സഖാവ് പിണറായി വിജയൻ ഒരു മടിയുമില്ലാത്ത സാമ്പത്തിക കൊള്ളക്കാരനായി മാറിയിരിക്കുന്നുവെന്നതിന്റെ പ്രകടമായ തെളിവിന് മുമ്പിലാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കേരളത്തിലെ കോൺഗ്രസ് ഈ നിലയിൽ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത്തരം ഒരു സമരവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിസ്മി ജോർജ്, നേതാക്കളായ അഡ്വക്കേറ്റ് KK മനോജ് മുരളി, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, സിജു ചക്കുമൂട്ടിൽ, PM ഫ്രാൻസിസ്, സാജു കാരക്കുന്നേൽ, AM സന്തോഷ്, ബിനോയ് വെണ്ണിക്കുളം, KS സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി തങ്കമണിയിൽ നടന്നുവന്ന CPM ഇടുക്കി ഏരിയ സമ്മേളനം സമാപിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് ഇടുക്കി ഏരിയ സമ്മേളനം നടന്നത്. 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു. സമാപന സമ്മേളനം KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ വർഗീയ സഖാവടക്കം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നോക്ക്, ഈ നാട്ടിലെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷക സമരത്തിലൂടെ, തൊഴിലാളി സമരത്തിലൂടെ പല ഭാഗത്തും വളർന്നു വരാൻ തുടങ്ങി. അത് കണ്ടിട്ട് കാലിളങ്ങിയിട്ടാണ് 59-ൽ LDF ഗവൺമെന്റിനെ നെഹ്റു ഗവൺമെന്റ് പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ടിട്ട് എന്തായി? സുഭിക്ഷായി കോൺഗ്രസ്സുകാർക്കല്ലേ? നല്ല തമാശയാണ്. പിരിച്ചുവിട്ടിട്ടല്ലേ 1961-ൽ ഇവിടെ വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് ഈ പാവപ്പെട്ട കൃഷിക്കാരെ അവിടെ വാഴയും ചേമ്പും ഒക്കെ കുത്തിപ്പിടിപ്പിച്ചൊരു കുടിലും കെട്ടി അതൊക്കെ പറിച്ചു നിന്ന് വിശപ്പടക്കി ജീവിക്കുന്ന മലയോര മേഖലയിലെ കർഷകരെ അടിച്ചിറക്കിയത് കുടിയൊഴിപ്പിക്കൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്കെല്ലാം? അവരെയെല്ലാം കുടിയൊഴിപ്പിച്ച് അമരാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നെന്ന് സുശീലച്ച് പറയാറുണ്ട്. സുശീല ഗോപാലൻ ശൈലജ ഉള്ള വാഹനത്തിലെല്ലാം കുത്തി തിരികെ ചിലപ്പോൾ അമ്മമ്മ എവിടെയായിരിക്കും, കുഞ്ഞിനീൻ്റെ അത് പിടിച്ചിട്ടുണ്ടാവും. അമ്മമ്മയും കൂടി കയറട്ടെ എന്ന് പറയാൻ പറ്റൂല. ചിന്നവിനുമായി പോയി കുടുംബങ്ങളെല്ലാം. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ഏരിയ സെക്രട്ടറി PB സബീഷ്, NV ബേബി, റോമിയോ സെബാസ്റ്റ്യൻ, MJ മാത്യു, ലിസി ജോസ്, KU ബിനു, സിബി പേണ്ടാനത്ത്, KJ ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടൻപാട്ട് ഗാനമേളയും അരങ്ങേറി. വാഗമണ്ണിൽ വാറ്റുചാരായം നിർമ്മിക്കുന്നതിനിടെ CPM ലോക്കൽ കമ്മിറ്റി അംഗവും സഹായിയും പോലീസ് പിടിയിൽ. CPM പുള്ളിക്കാനം ലോക്കൽ കമ്മിറ്റി അംഗം PA അനീഷ്, CPM നിയന്ത്രണത്തിൽ വാഗമൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം അജ്മൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഗമൺ കണ്ണംകുളത്തെ സ്വകാര്യ റിസോർട്ടിൽ വാറ്റുചാരായം ഉൽപ്പാദിപ്പിക്കുന്നതിനിടെ ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന റെയ്ഡിൽ 200 ലിറ്റർ വാഷും ഏതാനും ലിറ്റർ ചാരായവും കണ്ടെടുത്തിരുന്നു. റെയ്ഡ് നടപടികൾ രാത്രി വൈകിയും തുടർന്നിരുന്നു. CPM പുള്ളിക്കാനം ലോക്കൽ കമ്മിറ്റി അംഗം PA അനീഷ്,
CPM നിയന്ത്രണത്തിൽ വാഗമൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം അജ്മൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമാണ് അറസ്റ്റിലായ അനീഷ്. നാളുകളായി കണ്ണംകുളത്തിന് സമീപത്തെ റിസോർട്ട് കേന്ദ്രീകരിച്ച ചാരായം നിർമ്മാണം നടക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. റെയ്ഡിന് പോലീസ് എത്തുമ്പോൾ ചാരായം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് SHO ക്ലീറ്റസ് ജോസഫ് അറിയിച്ചു. പൂഞ്ഞാർ സ്വദേശി മണ്ഡപത്തിൽ ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റിസോർട്ട്. അനീഷാണ് നോട്ടക്കാരനെങ്കിലും മറ്റുള്ളവർക്ക് ഇവിടെ താമസിക്കുന്നതിന് സൗകര്യം നൽകിയിരുന്നില്ല. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 88ാമത് സ്മൃതി ദിനം ആചരിച്ചു. കട്ടപ്പനയിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ രാജ്യത്തിന് സംഭാവന നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു. രാജ്യത്ത് ഇത്തരം ഒരു ഭരണഘടന എഴുതാനും ആ ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകാനും ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള മതേതരത്വവും ജനാധിപത്യവും അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്കും ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് രാജ്യത്ത് വലിയൊരു ഭരണഘടന ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. AKCHMS ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് അധ്യക്ഷനായിരുന്നു. KPM സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. AKCHMS ജില്ലാ സെക്രട്ടറി KK കുഞ്ഞുമോൻ, CSDS താലൂക്ക് ട്രഷറർ ബിജു പൂവത്താനി, R ഗണേശൻ, A മുരളി, സരിത K സാബു തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ BR അംബേദ്കറുടെ ഓർമ്മ ദിവസമായ ഡിസംബർ 6 പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കാഞ്ചാർ മുറിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. സ്കൂളിലെ മറ്റ് യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിനെ തരം താഴ്ത്തുന്ന നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. 2022 മുതൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നില്ലെന്നാണ് പരാതി. ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഉൾപ്പെടെ 2 സ്കൂളുകളിലാണ് 2022 മുതൽ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തനം ആരംഭിച്ചത്. പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവബോധന ക്ലാസുകൾ, സഹവാസ ക്യാമ്പുകൾ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വീട് നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂളുകളിലെ മറ്റു യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകുമ്പോൾ സോഷ്യൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. എന്നാൽ അതിൻ്റെ ഒരു പോരായ്മ മറ്റെല്ലാ ക്ലബ്ബുകൾക്കും SSLCക്ക് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഫൈനൽ ബാച്ചിലേക്ക് വരുമ്പോൾ ഗ്രേസ് മാർക്ക് ലഭ്യമാകാറുണ്ട്. എന്നാൽ ഇതിന് ഇതുവരെ ഗവൺമെൻറ് അങ്ങനെ അലോട്ട് ചെയ്തിട്ടില്ല ഗ്രേസ് മാർക്ക്. ശരിക്കും ധാരാളം NSS ഒക്കെ പോലെ തന്നെ ധാരാളം പ്രവർത്തികൾ ഈ ക്ലബിലൂടെ ചെയ്യുന്നുണ്ട്. ശരിക്കും അവരതിന് അർഹതപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം 100-ലധികം പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തത്തക്ക നിലയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയം അദ്ദേഹത്തോട് ധരിപ്പിക്കുകയും ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നിവേദനം, ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അധികാരികളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്താൽ നിരവധി കുട്ടികൾക്ക് അത് പ്രയോജനകരമായി മാറും. അവർ ചെയ്യുന്ന സേവനങ്ങൾ സമൂഹ നന്മയ്ക്ക് ഉതകുന്നതാണ് എന്നതിന് സംശയമില്ല. ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതർ മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകിയിരുന്നു. സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ മുരിക്കാട്ടുകുടി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെയും EYGDSന്റെയും ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ സെന്റർ ഫോർ സ്കിൽ ആൻഡ് എക്സലൻസ് എന്ന പേരിൽ സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രം അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു. പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആദിവാസിയിടങ്ങളിലെ ആളുകൾ ഉൾപ്പെടെ പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെയും EYGDSന്റെയും ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ സെന്റർ ഫോർ സ്കിൽ ആൻഡ് എക്സലൻസ് എന്ന പേരിൽ സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു. അടിമാലി ലൈബ്രറി റോഡിൽ അവിടെ കമ്പ്യൂട്ടർ സെന്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ
കുട്ടികളുടെ പഠനങ്ങൾ വളരെ നന്നായി പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഇവിടെ നമ്മുടെ ഈ നടക്കാൻ പറ്റില്ലാത്തവർക്കും വണ്ടി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ വീട്ടിൽ ചെന്ന് അവിടെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക, ഡോക്ടർമാരെ നേരിട്ട് കൊണ്ട് കാണിക്കുക. ഞാനൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു പരിമിതികളുണ്ട് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വിവേകാനന്ദയെ പോലുള്ള സ്ഥാപനങ്ങളിൽ ഏറെ കൂടുതൽ, അതുകൊണ്ടാണ് ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന പഞ്ചായത്താണ്, ബ്ലോക്കാണ് എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ട സേവനങ്ങൾ അടിമാലി താലൂക്ക് അതിലുപരി എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഈ സേവനങ്ങളെ എനിക്ക് മറക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ തരത്തിലേക്ക് സേവനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സേവനങ്ങളുടെ ഫലപ്രദമായിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുള്ളതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അടിമാലി 200 ഏക്കർ കാവുമോളയിൽ ബിൽഡിംഗിലാണ് കേന്ദ്രം തുറന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ, തയ്യൽ, ഫാഷൻ ഡിസൈനിങ്, PSC പരിശീലനം, ബ്യൂട്ടീഷ്യൻ, ഹോം നഴ്സിംഗ് എന്നീ വിഷയങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭ്യമാക്കും. കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ്, ഡോക്ടർ നാരായണൻ വി, അജിത് TP, കോശി മാത്യു, തോമസ് സേവ്യർ, ജീവൻ ശശിധരൻ, CS രജികുമാർ, KD മണിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പീരുമേട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ R. ശ്രീകുമാർ അനുസ്മരണം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനിൽ സജീവമായി പ്രവർത്തിക്കുകയും വിവിധ പദവികൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. AKPA പീരുമേട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗം വാഴൂർ സോമൻ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീകുമാർ അതുല്യ പ്രതിഭയാണെന്നും പ്രതിഫലം വാങ്ങാതെയാണ് തന്റെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയതെന്നും കാലത്തിനൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വമാണെന്നും MLA പറഞ്ഞു. ഒരു ആൽബം അദ്ദേഹം തയ്യാറാക്കി. എനിക്ക് ഉള്ള സത്യം പറഞ്ഞാൽ അന്ന് ആൽബം തയ്യാറാക്കാനുള്ള കാശൊന്നും എൻ്റെ ഇല്ല. പക്ഷേ എൻ്റെ ഭാര്യ വീട്ടുകാർ നിർബന്ധം പറഞ്ഞിരുന്നു ആൽബം തയ്യാറാക്കണം. ആൽബം തയ്യാറാക്കി കൊണ്ടു തന്നപ്പോൾ പറഞ്ഞു അത് എൻ്റെ ഗിഫ്റ്റായിട്ട് എനിക്കിട്ട് ഒരു പൈസ. അത്രയും അടുത്ത ബന്ധമായിരുന്നു കുമാരനുമായിട്ടുണ്ടായിരുന്നു. AKPA പീരുമേട് മേഖലാ പ്രസിഡന്റ് ജോഷ് ഗാലക്സി അധ്യക്ഷനായി. AKPA ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര, KVVS ജില്ലാ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, AKPA മേഖലാ സെക്രട്ടറി സോണിയ മാത്യു, വിവിധ സംഘടനാ നേതാക്കളായ S. അൻപുരാജ്, ജയകുമാർ, രാജൻ കൊഴുവന്മാക്കൽ, TS. അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഈ മാസം 7, 8 തീയതികളിൽ നടക്കും. 7-ന് കായിക മത്സരങ്ങളും 8-ന് കലാമത്സരങ്ങളും നടക്കും. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിക്കും. എല്ലാ ആളുകളുടെയും സഹകരണം കേരളോത്സവ നടത്തിപ്പിലുണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. യുവജനങ്ങളുടെ കായികപരവും കലാപരവുമായ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വേദിയൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലും കേരളോത്സവം നടക്കുന്നത്. ഈ മാസം 7, 8 തീയതികളിൽ കേരളോത്സവം നടക്കും. 7-ന് കായിക മത്സരങ്ങളും 8-ന് കലാമത്സരങ്ങളും നടക്കും. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 7, 8 തീയതികളിൽ വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 7-ാം തീയതി ഫുട്ബോൾ മത്സരങ്ങളും അതുപോലെ തന്നെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും എല്ലാം സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. 7-ാം തീയതി ഫുട്ബോൾ മത്സരങ്ങൾ ദേവിയാർ സ്കൂൾ ഗ്രൗണ്ടിലും, ബാഡ്മിൻ്റൺ മത്സരങ്ങൾ എയ്സ് ബാഡ്മിൻ്റൺ അക്കാദമി ചാറ്റുപാറയിലും, അതുപോലെ ക്രിക്കറ്റ് മത്സരങ്ങൾ മഞ്ഞാങ്കാല MB കോളേജ് ഗ്രൗണ്ടിലുമാണ് ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കലാമത്സരങ്ങൾ 8-ാം തീയതി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാവരും ഈ നാട്ടിലെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഭാഗമൊക്കെ ആവണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കേരളോത്സവം ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുകയാണ്. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 7-ന് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കും. ക്രിക്കറ്റ് മത്സരങ്ങൾ MB കോളേജ് ഗ്രൗണ്ടിലും, ഫുട്ബോൾ മത്സരങ്ങൾ 10-ാം മൈലിലും, ബാഡ്മിന്റൺ മത്സരങ്ങൾ ചാറ്റുപാറയിലും നടക്കും. മറ്റിതര കായിക മത്സരങ്ങൾ സർക്കാർ ഹൈസ്കൂൾ മൈതാനിയിൽ നടക്കും. കലാമത്സരങ്ങൾ 8-ന് ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലും നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. എല്ലാ ആളുകളുടെയും സഹകരണം കേരളോത്സവ നടത്തിപ്പിനുണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളോത്സവത്തിന് തുടക്കമായി. ഡിസംബർ 6, 7, 8 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 6, 7, 8 തീയതികളിലായിട്ടാണ് യുവജനക്ഷേമ ബോർഡിന്റെയും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളോത്സവം നടക്കുന്നത്.
പരിപാടിയുടെ ആദ്യ ദിനത്തിൽ ക്രിക്കറ്റ് മത്സരത്തിന് തുടക്കമിട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം 2024 ഇന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ APM ഗ്രൗണ്ടിൽ തിരുതെളിഞ്ഞിരിക്കും. വരുന്ന 3 ദിവസങ്ങളിലായി പെരിയൻകവല സയൻസ് സ്കൂളിലും അതുപോലെ തന്നെ കക്കാട്ടുകട PSS ഗ്രൗണ്ടിലും കലാകായിക മത്സരങ്ങൾ നടത്തപ്പെടുകയാണ്. ഈ വർഷം മറ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഈ പ്രാവശ്യം നീന്തൽ മത്സരവും നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സയൻസ് സ്കൂളിലെ പൂള് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ലളിതഗാനം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, കഥകളി, ഓട്ടംതുള്ളൽ, മിമിക്രി, പ്രസംഗം, മാർഗംകളി തുടങ്ങി 28ഓളം കലാമത്സരങ്ങളും ഓട്ടം മത്സരം, റിലേ, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങി 22ഓളം കായിക മത്സരങ്ങളും നടക്കും. ഇത്തവണ പുതിയതായി നീന്തൽ മത്സരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെബക്കട, കക്കാട്ടുകട, പെരിയോൻകവല എന്നീ കേന്ദ്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 8-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമാപന യോഗത്തിൽ വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 6, 7, 8 തീയതികളിലായിട്ടാണ് ഉപ്പത്തറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടക്കുന്നത്. ഇതിനു മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഉപ്പത്തറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം 2024 നടക്കുന്നത്. യുവജനങ്ങളുടെ കലാകായിക സാഹിത്യ രംഗങ്ങളിലെ നൈപുണ്യം പരിപോഷിപ്പിക്കുകയാണ് കേരളോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ പ്രദേശ വകുപ്പിനും ഒക്കെ ഒരു പഞ്ചായത്തിൽ 1.5 ലക്ഷം രൂപയാണ് ചെലവഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ തന്നിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ ഗെയിംസ് ഇനങ്ങൾക്കും ഇൻഡിവിജ്വൽ ഇനങ്ങൾക്കെല്ലാം ക്യാഷ് അവാർഡും അതുപോലെ തന്നെ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ യുവാക്കളെയും യുവതികളെയും ഒക്കെ കലാരംഗത്ത് നിന്ന് പ്രോത്സാഹനമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തോക്കൊമ്പിൽ, ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൻ, ഷീബ സത്യനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാരംഗം കലാസാഹിത്യ വേദി ഇടുക്കി ജില്ലാ സർഗോത്സവവും ശില്പശാലയും കട്ടപ്പനയിൽ നടന്നു. സാഹിത്യകാരൻ മോബിൻ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരങ്ങളുടെ പിരിമുറുക്കമില്ലാതെ കുരുന്നു മനസ്സുകളുടെ സർഗവാസനയെ വിശാലമാക്കുന്ന ഇടമാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന യൂണിറ്റാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. കടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല സർഗോത്സവവും ശില്പശാലയും സാഹിത്യകാരൻ മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വലിയ പരീക്ഷയും ഒക്കെ അല്ലേ? ഈ പരീക്ഷകളെല്ലാം നമ്മൾ എഴുതുന്നത് ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ? നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് അധ്യാപകർ പഠിപ്പിക്കും, അത് നമ്മൾ പഠിക്കും, നമ്മൾ പരീക്ഷ. വിദ്യാഭ്യാസത്തിൽ നമ്മൾ അല്ലെങ്കിൽ പഠനത്തിൽ നമ്മൾ ഒരിക്കലും കയറാത്ത ബസ് അല്ലെങ്കിൽ കയറാത്ത ബസ് സിലബസ് ആണ്. അധ്യാപകരെ പഠനത്തിൽ പഠിപ്പിക്കും, സിലബസ് വേണം. സിലബസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാം. എന്നാൽ സിലബസ് ഇല്ലാത്ത പരീക്ഷ, അതിന് സിലബസ് ആ പരീക്ഷ ജീവിക്കും. ആ പരീക്ഷ നമുക്ക് ജയിച്ചേ മതി. ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള ഈ സിലബസ് നോക്കിയാൽ അതിൻ്റെ ഉത്തരങ്ങളാണ്. ആ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. എവിടെ നിന്ന് കണ്ടെത്തണം? നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തണം. കട്ടപ്പന നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ സോണിയ GB, സിജു ചക്കുമൂട്ടിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി S, ഇടുക്കി DIET പ്രിൻസിപ്പൽ പ്രസാദ് R, ജില്ലാ കോർഡിനേറ്റർ ഷാജിമോൻ PK, SSK ജില്ലാ കോർഡിനേറ്റർ AM ഷാജഹാൻ, AEO യശോധരൻ KK, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി,
കോട്ടയം കട സിൻസ് 1950. കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴിയിലെ 10 അടിയോളം ഉയരമുള്ള തക്കാളി ചെടിയും നിറയെ കായ്കളും കൗതുക കാഴ്ചയാകുന്നു. ടോമി കണ്ടത്തലിന്റെ കൃഷിയിടത്തിലെ തക്കാളി ചെടിയാണ് അത്ഭുതമാകുന്നത്. കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴി ടോമി കണ്ടത്തലിന്റെ പുരയിടത്തിലാണ് കൗതുകമായി തക്കാളി ചെടി കായ്ച്ചിരിക്കുന്നത്. സാധാരണ തക്കാളി ചെടികളിൽ നിന്നും വ്യത്യസ്തമായി 10 അടിയോളം ഉയരത്തിലാണ് ഈ ചെടികൾ വളർന്നിരിക്കുന്നത്. കൂടാതെ ഹൈറേഞ്ചിന്റെ കാലാവസ്ഥയിൽ നിരവധി തക്കാളിയും കായ്ച്ചു കഴിഞ്ഞു. ഒരു ചെടിയിൽ നിന്നും കിലോ കണക്കിന് തക്കാളിയാണ് ലഭിക്കുന്നത്. സാധാരണയായി മാർക്കറ്റിൽ നിന്നും വാങ്ങിയ തക്കാളിയുടെ അരി പാകിയാണ് ടോമി കൃഷി ആരംഭിച്ചത്. 2 ആൾ പൊക്കത്തിൽ തക്കാളി ചെടി വളർന്നതിനൊപ്പം നിറയെ തക്കാളികളും കായ്ച്ചു. ഈ തക്കാളി സാധാ തക്കാളി തന്നെയാണ്, ആപ്പിൾ തക്കാളിയാണ്. ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് കറി വെക്കാനായിട്ട് എടുത്തതിൽ നിന്ന് അരി പോയത് കുരുപ്പ് കിളുത്താണ്. അത് പറിച്ചുകൊണ്ട് വെച്ചാൽ ഈ തക്കാളി. ഇത് അമിതമായ വളവോ മറ്റൊന്നും ചെയ്യല. വളവോ മരുന്നടിക്കുന്ന വളരെ കട്ടി കുറച്ച് റോഗറ അടിക്കുന്നതിന്. അത് ആഴ്ചയിൽ ഒന്ന് പോലും 10 ദിവസം കൂടുമ്പോഴാണ്. 10 അടി ഉയരമുണ്ട് ഈ തക്കാളിക്ക്. മാത്രമല്ല ഒരു തക്കാളി എന്നൊരു 2 കിലോ ഇപ്പം പറിക്കാം. കഴിഞ്ഞ ആഴ്ച ഇത് വിളവെടുത്തതാണ്. പേരയുണ്ട്, ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ ഒരുപാട് ഐറ്റമുണ്ട്. ഇത്തരത്തിൽ നിരവധി ചെടികൾ കൃഷിയിടത്തിൽ നിൽപ്പുണ്ട്. ഇതിൽ നിന്നെല്ലാം കിലോ കണക്കിന് തക്കാളി വിളവും ലഭിക്കുന്നു. ആപ്പിൾ തക്കാളി ഇനത്തിൽപ്പെട്ട ഇവയ്ക്ക് ദശയും കൂടുതലാണ്. മറ്റ് ഫലവൃക്ഷങ്ങളും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ധാരാളമായുണ്ട്. കൃത്യമായ പരിചരണം ടോമി ഇവയ്ക്കെല്ലാം നൽകുന്നുണ്ട്. കൂടുതൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ടോമി കണ്ടത്തിൽ എന്ന കർഷകൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 72, വിൽപ്പനയ്ക്ക് വന്നത് 10,611, വിൽപ്പന നടന്നത് 10,427, കൂടിയ വില 3,203, ശരാശരി വില 2,921. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,115 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് പുനരധിവാസത്തിന് ധനസഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റേത് ജനവഞ്ചനയാണെന്ന് MM മണി MLA. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വെറും പ്രഹസനമായി മാറി. ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ ദുരിതബാധിതർക്ക് വേണ്ടി സംസാരിക്കാനോ കോൺഗ്രസും BJPയും തയ്യാറായിട്ടില്ലെന്നും വിമർശനം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ക്രമക്കേട് നടത്തി പണം തട്ടിയെടുത്തവരോട് തുക തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകിയതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. നിവേദനം നൽകിയത് കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായ സാഹചര്യത്തിൽ. അതേസമയം യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു.
ഉപ്പുതറ പൊരുകണ്ണി ഭാഗത്ത് 4ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ പടുതാക്കുളം. 40 അടിയോളം താഴ്ച വരുന്ന പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്ത്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട പ്രദേശവാസികൾ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.